കമ്മ്യൂണിസം എന്നാൽ മനുഷ്യത്വം, മനുഷ്യസ്നേഹം. കമ്മ്യൂണിസത്തിന് മറ്റൊരു നിർവചനമില്ല. ആ നിർവചനം, കമ്മ്യൂണിസം എന്താണ് എന്നതിൻ്റെ നിർവചനം സ്വന്തം ജീവിതത്തിലൂടെ മനുഷ്യർക്ക് കാട്ടിക്കൊടുത്ത, സമൂഹത്തിന് കാട്ടിക്കൊടുത്ത, ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും കമ്മ്യൂണിസം മനുഷ്യത്വമാണ്, മനുഷ്യസ്നേഹമാണ്, മനുഷ്യനിർമ്മിതമായ ഏതൊരു തരത്തിലുള്ള വിവേചനവും ഇല്ലാതാക്കലാണ് കമ്മ്യൂണിസം എന്നത് പഠിക്കാനുള്ള ഒരു സർവകലാശാലയായി വി എസിൻ്റെ ജീവിതം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ഒരു സന്ദേശം, ആ ഒരു സന്ദേശത്തിനാണ് ഇപ്പോൾ ജനങ്ങൾ അവരുടെ സ്നേഹം തിരികെ നൽകുന്നത്. വി എസ് കടന്നു പോകുന്ന ആ ഒരു പാതയിലൂടെ ആയിരങ്ങൾ പതിനായിരങ്ങൾ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എല്ലാ വഴികളിലും വി എസിലേക്ക്, എല്ലാ മുദ്രാവാക്യങ്ങളും വി എസിലേക്ക്, എല്ലാ മനസ്സുകളും വി എസിലേക്ക്. അവർ ഈ കാത്തു നിൽക്കുന്ന മണിക്കൂറുകൾ മുഴുവൻ അവരുടെ മനസ്സ് ഓർത്തെടുക്കുന്നത് വി എസിൻ്റെ ജീവിതത്തിലെ ഓരോ പാഠങ്ങളാണ്. അവരെ ഏത് ഭാഗമാണ്, ഏത് അധ്യായമാണ് അവരെ സ്വാധീനിച്ചതെന്ന് ഓരോ വ്യക്തികളും ഓർത്തെടുക്കുകയാണ്. തങ്ങളെ സ്വാധീനിച്ച ആ അധ്യായം തങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്കും ചെറുമക്കളിലേക്കും ഒക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട്, ഇങ്ങനെ ഒരാൾ അസ്ഥിയും മജ്ജയും മാംസവുമായി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് അവർ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കുടുംബമായി, കൂട്ടായ്മയായി പല നാടുകളിൽ നിന്ന്, പല ജില്ലകളിൽ നിന്ന് ഒക്കെ വന്ന് വി എസിനെ കാണാൻ എത്തുന്നത്. വി എസ് ഇപ്പോൾ തിരികെ നിശ്ചേതനായി മടങ്ങുന്നത് അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെയാണ്. ഒരു കാലത്ത് താൻ നടന്ന വഴികളിലൂടെയാണ്. വളരെ ചെറുപ്പത്തിലെ തന്നെ തൻ്റെ മാതാവിനെ നഷ്ടപ്പെട്ടു. അതിനുശേഷം 11ാമത്തെ വയസ്സിൽ പിതാവിനെ നഷ്ടപ്പെടുന്നു. അമ്മയും അച്ഛനും ഇല്ലാതായ ബാല്യ കൗമാരം, അത് ഏത് രീതിയിൽ ഒരു കുഞ്ഞിനെ അരക്ഷിതനാക്കാം, ഏത് രീതിയിൽ ആ കുഞ്ഞിനെ സാമൂഹ്യ വിരുദ്ധനാക്കാം എന്നൊക്കെ ചിന്തിക്കേണ്ടിയിരുന്നിടത്ത് അതിൽ നിന്നും മാറി നടന്ന് താൻ അനുഭവിച്ച വേദനകൾ, താൻ അനുഭവിച്ച പ്രയാസങ്ങൾ, താൻ അനുഭവിച്ച വിവേചനങ്ങൾ അതൊരിക്കലും മറ്റൊരാൾ അനുഭവിക്കാൻ ഇടയാകരുത് എന്ന മനോഭാവത്തിലേക്ക് മാറിച്ചലിച്ച വി എസ് നടന്നുപോയ ആ ഒരു പാതയിലൂടെ തിരികെ വി എസ് എത്തുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓരോ ശ്വാസവും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി ചിന്തിച്ചു, ചെലവഴിച്ചു. ജനങ്ങൾക്കിടയിലായി, പല സമരങ്ങളുടെയും ഭാഗമായി, ക്ഷണിച്ചില്ലെങ്കിൽ പോലും എല്ലാ നീതികേടുകളെയും ചോദ്യം ചെയ്യുന്ന ഏതൊരു കൂട്ടായ്മയുടെയും ഭാഗമാകാൻ വി എസിന് സാധിച്ചു. അത് ഭരണപക്ഷമെന്നോ പ്രതിപക്ഷമെന്നോ ഭേദമില്ലാതെ പലപ്പോഴും മനുഷ്യൻ്റെ പ്രശ്നങ്ങളായി കാണുമ്പോൾ മനുഷ്യനെ ഒരു ഭരണപക്ഷത്തിൻ്റെ ഭാഗമായോ പ്രതിപക്ഷത്തിൻ്റെ ഭാഗമായോ നമുക്ക് അടയാളപ്പെടുത്താനാവില്ല. മനുഷ്യൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അത് സാർവത്രികമാണ്. അത് ഏത് നിലയിലും പരിഗണിക്കപ്പെടേണ്ടതാണ്. പരിഗണന ലഭിക്കാത്ത സമൂഹത്തെ ചേർത്ത് നിർത്തേണ്ടതാണ്. ഈ ഒരു സന്ദേശമൊക്കെ നൽകുന്ന പല ഘട്ടങ്ങളും വി എസിൻ്റെ ജീവിതത്തിലുണ്ടായി. അത്തരം ഘട്ടങ്ങളിലൊക്കെ മനുഷ്യന് വേണ്ടി പോരടിച്ച, നീതിക്ക് വേണ്ടി പോരടിച്ച, പാർട്ടി നോക്കാതെ അല്ലെങ്കിൽ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഒന്നും നോക്കാതെ അദ്ദേഹം പ്രതികരിച്ച എല്ലാ ഘട്ടങ്ങളിലും അദ്ദേഹം വിമർശനവും നേരിട്ടിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് വി എസ് എന്ന വ്യക്തിയുടെ പ്രസക്തിയും പ്രത്യേകതയും നമ്മൾ മനസ്സിലാക്കേണ്ടത്. എപ്പോഴും താൻ വിശ്വസിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ശരിയെന്ന് പറയാതെ മാറി നടക്കേണ്ടിടത്ത് മാറി നടക്കുകയും, എവിടെയും മനുഷ്യനാണ് പ്രധാനം, മണ്ണാണ് പ്രധാനം, മറ്റു ജീവികൾക്കും ഈ ലോകത്ത് ജീവിക്കാനുള്ള അവകാശമുണ്ട്, പരിസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ മനുഷ്യനുണ്ടാകൂ എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച, പുരോഗമന ചിന്താഗതിയുള്ള, വളരെയധികം അവസാനമായി അന്ത്യാഞ്ജലി അർപ്പിക്കുക എന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിശ്ചയിച്ചതിനേക്കാൾ ഒരു 11 മണിക്കൂർ താമസിച്ച് ഇപ്പോൾ കരുനാഗപ്പള്ളിയിലെത്തുകയാകും. ഇങ്ങോട്ടുള്ള യാത്ര സ്വാഭാവികമായും സംസ്കാരം അടക്കമുള്ള ചടങ്ങ് ദൈവം അതിന് 102 വയസ്സ് വരെ ദൈവം ആയുധ കൊടുത്തു. 102 വയസ്സ് വരെ ആയുധ കൊടുത്തില്ലേ? എനിക്ക് 75 വയസ്സേ ആയുള്ളൂ. യഥാർത്ഥ കമ്മ്യൂണിസം എന്തെന്ന് പുതിയ തലമുറയെയും ഇനി വരാനിരിക്കുന്ന തലമുറയെയും തൻ്റെ ജീവിതത്തിലൂടെ കാണിച്ചു കൊടുത്ത ആ ധീര സഖാവിന് കേരളം
യാത്രയയപ്പ് നൽകുകയാണ്. അദ്ദേഹം അർഹിക്കുന്ന തരത്തിലുള്ള ഒരു യാത്രയയപ്പാണ് കേരളം നൽകിക്കൊണ്ടിരിക്കുന്നത്. സാധാരണ ജനങ്ങളുടെ ഒരു തള്ളിക്കയറ്റം, അവരുടെയൊക്കെ ജീവിതത്തിൽ ഏത് രീതിയിലാണ് വി എസ് അച്യുതാനന്ദൻ എന്ന നേതാവ് സ്വാധീനിച്ചത് എന്ന് തെളിയിക്കുന്നതാണ് ഓരോ ഘട്ടത്തിലും. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് പോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി വഴിയൊരുക്കാൻ ആ ജനസാഗരത്തിനിടയിലൂടെ അദ്ദേഹം നടന്ന വഴികളിലൂടെ അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്കുള്ള ഒരു യാത്രയിൽ ഒരു വിഘാതവും തടസ്സവും ഉണ്ടാകാതിരിക്കാൻ ഏറെ പാടുപെടുന്നുണ്ട് റെഡ് വോളണ്ടിയേഴ്സ്. കാരണം ഓരോരുത്തർക്കും ഒരു നോക്ക് കാണണം അദ്ദേഹത്തെ. ആ ഒരു ആഗ്രഹത്തോടുകൂടെ പ്രായഭേദമില്ലാതെ, കാലാവസ്ഥ പരിഗണിക്കാതെ ഈ രാത്രി മുതൽ ഈ പ്രഭാതം വരെ കാത്തു നിൽക്കുന്നവർക്ക് ഒന്ന് കാണാൻ അനുവദിക്കുക, അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര തടസ്സപ്പെടാതിരിക്കുക. ഈ 2 ലക്ഷ്യങ്ങളിൽ ഏറെ പണിപ്പെടുന്നുണ്ട് റെഡ് വോളണ്ടിയേഴ്സും പാർട്ടി പ്രവർത്തകരുമൊക്കെ. എന്നാലും തങ്ങളുടെ പുഷ്പചക്രത്തിൻ്റെ രൂപത്തിലും പുഷ്പങ്ങളുടെ രൂപത്തിലും ഇനി ഒന്നുമില്ലെങ്കിൽ ആ മുഖം ഒരു നോക്ക് കണ്ട് ഒരു വ്യക്തിയെ കാണുക എന്നതല്ല, ഒരു പ്രത്യയശാസ്ത്രത്തെയും മനുഷ്യ സ്നേഹത്തെയും എന്താണ് യഥാർത്ഥ കമ്മ്യൂണിസം എന്നത് വീണ്ടും വീണ്ടും അടയാളപ്പെടുത്തലായി പ്രതിനിധീകരിക്കുന്ന ഒരാൾ വിടവാങ്ങുമ്പോൾ അതിനോടുള്ള ഒരു ആദരം, അതാണ് കേരളം ഇപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. പല നാടുകളിൽ നിന്ന്, അയൽ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വി എസിനെ ഒരു നോക്ക് കാണാനായി എത്തിച്ചേർന്നവരുണ്ട്. അത് പലയിടങ്ങളിലായി അവരിങ്ങനെ കൂട്ടം കൂടി നിൽക്കുകയാണ്. ഒരു തടസ്സവും അവരെ ബാധിക്കുന്നില്ല. പലയിടത്തും നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ആലപ്പുഴയിലേക്ക് പോകുന്ന വഴിയിൽ. അപ്പോൾ ആ വഴിയിടങ്ങളിലൊക്കെയുള്ള കാത്തുനിൽപ്പെന്ന് പറയുന്നത് വലിയ പ്രയാസമുള്ളതാണ്. പലയിടങ്ങളിലും കടകളില്ല, ഒരു വെള്ളമോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനുള്ള സാധനങ്ങളോ ഒന്നും ലഭ്യമല്ലാത്ത ഒരു പ്രദേശത്താണ് ഇവരെല്ലാവരും മണിക്കൂറുകൾ തടിച്ചുകൂടി നിൽക്കുന്നത്. ആ മണിക്കൂറുകൾ എന്ന് പറയുന്നത് വി എസിൻ്റെ ഈ 102 വർഷം ജനങ്ങൾക്ക് വേണ്ടി അതിൽ അദ്ദേഹം പ്രവർത്തന സജ്ജമായിരുന്ന അല്ലെങ്കിൽ കർമ്മനിരതനായിരുന്ന സമയത്തൊക്കെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മാറ്റിവെച്ച മണിക്കൂറുകളിൽ ചിലതെങ്കിലും തങ്ങൾക്ക് തിരിച്ചു കൊടുക്കാനായെങ്കിൽ എന്ന ആ ഒരു ചിന്തയോടുകൂടെ ഓരോ ഇടങ്ങളിലും തടിച്ചുകൂടുകയാണ് ജനങ്ങൾ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ യാത്ര വൈകുകയാണ്. ഇന്നലെ വൈകുന്നേരം തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട ആ യാത്ര ഇപ്പോൾ ഏറെ വൈകിയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എപ്പോഴത് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിലേക്ക് എത്തിച്ചേരും എന്ന് പറയാനാകാത്ത വിധത്തിലാണ് ഓരോ ഇടങ്ങളിലും ജനങ്ങൾ വി എസിനെ കാത്തു നിൽക്കുന്നത്. കേരളത്തെ സ്മാർട്ടാക്കാൻ, കേരളത്തിലെ പല ഇടങ്ങളെ പുരോഗമനത്തിലേക്ക് നയിക്കാൻ, ഒരു പുരോഗമന കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വി എസ് എത്രത്തോളം പണിപ്പെട്ടു എന്നത് ഈ ഒരു യാത്രയിലുടനീളം പലരും ഓർമ്മിച്ചെടുക്കുന്ന കാര്യങ്ങളിലൂടെ, അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവർ ഓർമ്മിച്ചെടുക്കുന്ന കാര്യങ്ങളിലൂടെ എത്രത്തോളം കരുതലുള്ള വ്യക്തിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ. ഒരിക്കൽ അദ്ദേഹത്തിന് 20 വർഷത്തോളം 2 പതിറ്റാണ്ട് അദ്ദേഹത്തിൻ്റെ ഗൺമാനായിരുന്ന കെ ഗോപി എന്ന വ്യക്തി അദ്ദേഹത്തെ ഓർത്തെടുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരിക്കലൊരു അപകടമുണ്ടായി, ബോധരഹിതനായിരുന്ന അദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് അദ്ദേഹത്തിന് ബോധം ലഭിക്കുന്നത്. കണ്ണു തുറന്ന ഉടനെ അദ്ദേഹം അന്വേഷിച്ചത് എവിടെയാണ് ഗോപിയും മറ്റുള്ളവരും എന്നുള്ളതാണ്. തൻ്റെ ഒപ്പം നിന്നവരെ അത്രയ്ക്ക് കരുതലോടുകൂടെ ചേർത്ത് പിടിച്ച ഒരു വ്യക്തി കൂടെയാണ് എന്ന് തെളിയിക്കുന്ന നിരവധി അനുഭവ സാക്ഷ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലുടനീളം നമ്മൾ കേൾക്കുകയുണ്ടായി. ആ ശ്രീജിത്ത് ഒരിക്കൽ കൂടെ ചേരുകയാണ്. ശ്രീജിത്ത്, ഈ നമ്മൾ കേരളത്തിൽ മാത്രമല്ല, കേരളത്തിൻ്റെ അതിർത്തി ഗ്രാമങ്ങളിലും വി എസ് പ്രതിനിധാനം ചെയ്ത ഒരു സന്ദേശം, കമ്മ്യൂണിസം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, അത് മനുഷ്യത്വമാണ്, മനുഷ്യ സ്നേഹമാണ്. ഇത് അതിർത്തി കടന്നും പ്രതിഫലിപ്പിക്കാൻ വി എസിന് സാധിച്ചു എന്ന രീതിയിലൊക്കെ ചില പ്രതികരണങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നല്ലോ. അതിൻ്റെ ഭാഗമാണല്ലോ തമിഴ്നാട്ടിൽ നിന്നും അതിർത്തി ഗ്രാമങ്ങളിൽ നിന്നുമൊക്കെ ഇന്നലെ ദർബാർ ഹാളിലേക്ക് അദ്ദേഹത്തെ കാണാനെത്തിയവർ. അതിൽ ഒരു ജ്യോതി എന്ന് പറയുന്ന ഒരു വനിത പറഞ്ഞ ഒരു കാര്യം ഏറെ ശ്രദ്ധേയമാണ്. വി എസിനെ പോലെ ഒരു നേതാവ് പറവൈ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത പുരുഷനെ വിവാഹം കഴിക്കേണ്ടി വരില്ലായിരുന്നു. അപ്പോൾ അവകാശത്തെക്കുറിച്ച് ബോധമില്ലാത്ത ഒരു തലമുറയെ ബോധവൽക്കരിച്ചെടുത്തു. ഇവിടെ അവകാശങ്ങളെക്കുറിച്ച് ഇവർക്ക് ബോധമുണ്ട്, പക്ഷേ അവർക്ക് അത്തരത്തിൽ അവരെ ഒന്നിപ്പിക്കാൻ, അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഒരു നേതാവില്ലായിരുന്നു എന്ന് ചൂണ്ടിക്കാണിക്കുന്ന അയൽ സംസ്ഥാനങ്ങളിലുള്ളവർ പോലും ഇന്നലെ വി എസിനെ കാണാനെത്തിയിരുന്നു. ഈ സ്ത്രീകളുടെ അവകാശങ്ങളാകട്ടെ, കുട്ടികളുടെ അവകാശങ്ങളാകട്ടെ, കുട്ടികളുടെയൊക്കെ സമരപന്തലുകളിൽ പലപ്പോഴും നമ്മൾ വി എസിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ സമൂഹത്തിലെ നാനാ മേഖലകളിലുമുള്ളവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ ഒരു വ്യക്തിയാണെന്നല്ലേ ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള വ്യക്തികൾ വി എസിനെ കാണാനെത്തുന്നു.
തമിഴ്നാട് തോഴർകളിൻ വണക്കം, തോഴർ അച്യുതാനന്ദനുക്ക് എന്ന് അവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നതൊക്കെ. ക്രിസ്റ്റീന, വി എസ് അച്യുതാനന്ദന് ആദരമർപ്പിക്കാൻ കേരളത്തിൽ നിന്ന് മാത്രമല്ല, ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ കേരളത്തിന്റെ അയൽ ജില്ലകളിൽ നിന്ന്, ഇതര സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട അയൽ ജില്ലകളിൽ നിന്നൊക്കെ വലിയ തോതിൽ ആളുകൾ എത്തി. ഇന്നലെ ദർബാർ ഹാളിൽ വി എസിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുന്ന ഘട്ടത്തിൽ ഒക്കെ തിരുനെൽവേലിയിൽ നിന്നും സമീപ പ്രദേശ ജില്ലകളിൽ നിന്നുമൊക്കെ തന്നെ ആളുകൾ വി എസിനെ വലിയ വികാര വായ്പോടെ കാണാനായി എത്തിയിരുന്നു. അവർക്കൊക്കെ പറയാനുള്ളത്, വി എസിനെ അവർ കേട്ടറിഞ്ഞ വി എസിന്റെ സമര ചരിത്രമാണ് അവരെ ആവേശം കൊള്ളിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിയോഗ വാർത്തയറിഞ്ഞ് അവിടേക്ക് എത്താൻ പറ്റും അവരെ പ്രേരിപ്പിക്കുന്ന അതാണ്. ഈ അവകാശ സമരങ്ങളിൽ വി എസ് വഹിച്ച പങ്ക് അത്രത്തോളം വലിയ സംഭാവനകൾ സമൂഹത്തിന് നൽകിയിട്ടുണ്ട് എന്ന ഉത്തമ ബോധ്യം അവർക്കുണ്ട്. ഇത്തരം ഒരു തിരിച്ചറിവിലാണ് ആളുകൾ അവിടേക്ക് എത്തുന്നത്. ഇപ്പോൾ ക്രിസ്റ്റീന സൂചിപ്പിച്ച പോലെ ചില ഗ്രാമങ്ങളിലൊക്കെ നിലനിൽക്കുന്ന ഉച്ചനീചത്വങ്ങളിൽ, അത്തരം പ്രശ്നങ്ങളിലൊക്കെ തന്നെ വി എസ് ഈ തമിഴ്നാടിന്റെ വിവിധ സ്ഥലങ്ങളിലുള്ള ഇടപെടുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. മാത്രമല്ല, കൂടംകുളം സമരം പോലുള്ള സമരങ്ങൾ അത്തരം വിഷയങ്ങൾ ഏറ്റെടുക്കുന്നതിൽ, അപ്പോൾ തന്നെ കമ്പം തേനി മേഖലയിലെ പാരിസ്ഥിതിക ചൂഷണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇതിലൊക്കെ വി എസ് വളരെ സജീവമായി ഇടപെടുന്ന ഒരു രീതിയായിരുന്നു. അത് സംസ്ഥാനം ഏതാണെന്നോ എന്ന് നോക്കിയല്ല, വി എസ് പ്രശ്നങ്ങളുടെ ഗൗരവം അതാണ് വി എസിനെ എപ്പോഴും ഒരു പ്രശ്നങ്ങളിൽ ഇടപെടാൻ അദ്ദേഹം കണക്കാക്കിയിരുന്ന മാനദണ്ഡം അതായിരുന്നു. അതായത് ആളുകൾ, വ്യക്തികൾ, സമൂഹത്തെ ബാധിക്കുന്ന വിഷയങ്ങളിൽ സജീവമായി ഇടപെടേണ്ടത് പൊതുപ്രവർത്തകന്റെ കടമയാണ്. സാമൂഹിക ഇടപെടൽ ഒരു പൊതുപ്രവർത്തകന്റെ കടമയാണെന്ന് വിശ്വസിക്കുന്ന ആ ഒരു കാലത്തെ പ്രതിനിധാനം ചെയ്ത രാഷ്ട്രീയ നേതാവായിരുന്നു വി എസ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എല്ലാ ഘട്ടത്തിലും ജനങ്ങളുടെ താല്പര്യങ്ങൾ മനസ്സിലാക്കി, ജനങ്ങളോടുള്ള കടപ്പാട് പൊതുപ്രവർത്തനം ഉണ്ട് എന്ന് മനസ്സിലാക്കി ഇടപെടുന്നതിലേക്ക് അദ്ദേഹത്തെ നയിച്ചത്. വി എസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലുകൾ അദ്ദേഹത്തിന് വലിയ തോതിൽ ഇതര സംസ്ഥാനങ്ങളിലും മറ്റും ആരാധകരെ നേടിക്കൊടുത്തു. ബംഗാളിൽ നിന്നൊക്കെ ഉള്ള ചില സുഹൃത്തുക്കൾ വിളിക്കുമ്പോൾ, അവിടുത്തെ മാധ്യമപ്രവർത്തകരടക്കം ഈ വി എസിന്റെ വിയോഗ വാർത്ത അറിഞ്ഞ് നമ്മളെയൊക്കെ ബന്ധപ്പെടുമ്പോൾ അവരൊക്കെ വളരെ ആവേശത്തോടെയാണ് വി എസിന്റെ ഇടപെടലുകൾ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ ഉള്ള വലിയ, ഇന്നലെ തന്നെ ഈ പ്രധാനപ്പെട്ട നേതാക്കൾ ട്വീറ്റിലൊക്കെ തന്നെ ബംഗാളിൽ നിന്നുള്ള ആളുകളുടെ കമന്റുകളൊക്കെ വായിച്ചാൽ അത്രയധികം ആവേശം വി എസ് അവിടെയും ആളുകൾക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർ കേട്ടറിഞ്ഞ ചരിത്രമാണ് വി എസ് എന്ന സമരനായകനെ പറ്റി. എങ്കിലും അങ്ങനെ ആ ഒരു കേട്ടറിവ് തന്നെ അവർക്ക് വലിയ ആവേശം പകരം. ഇങ്ങനെ ഒരാൾ ഉണ്ടായിരുന്നു, വി എസ് ഒരു മിത്തായിരുന്നോ എന്ന് പോലും ചിന്തിക്കുന്ന തരത്തിലുള്ള ഇന്ന് ആളുകൾക്ക് അവിശ്വസനീയമായി തോന്നുന്ന ഇടപെടലുകളാണ് വി എസ് സമൂഹത്തിൽ നടത്തിയത്. അങ്ങനെയാണ് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കി മാറ്റിയതും, കയർ തൊഴിലാളികളെ അവകാശബോധമുള്ളവരാക്കി മാറ്റിയതും, കൊല്ലത്തെ കശുവണ്ടി തൊഴിലാളികൾക്ക് അർഹമായ കൂലിയും അവരെ ചൂഷണത്തിൽ നിന്ന് മുക്തരാക്കാൻ നടത്തിയ ഇടപെടലൊക്കെ വി എസ് ഇത്തരത്തിൽ നടത്തിയ ജനകീയ ഇടപെടലുകളുടെ ഭാഗമായിട്ട് നടത്തിയതായിരുന്നു. എന്തായാലും വി എസ് ഇങ്ങനെ നടത്തിയ ഇടപെടലുകൾക്ക് വലിയ തോതിൽ ജനാംഗീകാരം ഉണ്ടായിരുന്നു. ആ ജനാംഗീകാരത്തിന് തെളിവാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ അന്ത്യയാത്രയിൽ അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവായ്പ, വികാരവായ്പ. ഇനിയിപ്പോൾ വിലാപയാത്ര കരുനാഗപ്പള്ളി പിന്നിട്ട് കൊല്ലം ജില്ലയിലെ അവസാന കേന്ദ്രങ്ങളിലേക്ക് കടക്കുകയാണ്. ഓച്ചിറയാണ് കൊല്ലം ജില്ലയുടെ അതിർത്തി. അത് കഴിഞ്ഞാൽ പിന്നീട് ഇങ്ങോട്ട് ആലപ്പുഴ ജില്ലയാണ്. ഓച്ചിറ ഡിസ്ട്രിക്ട് ബോർഡറിലേക്ക് എത്തും. ഓച്ചിറയിലും വലിയ തോതിൽ ജനങ്ങൾ തടിച്ചുകൂടി നിൽക്കുന്നു. വി എസിന് അന്തിമാഞ്ജലി അർപ്പിക്കാനായി അവിടെയും ആളുകൾ കാത്തു നിൽക്കുന്നു. ഇന്നലെ രാത്രി മുതൽ അവർ നിൽക്കാൻ തുടങ്ങിയതാണ്. ഈ മഴയും പ്രതികൂല കാലാവസ്ഥയും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ആളുകളാണ് അവിടെ വി എസിനെ കാണാനായി കാത്തു നിൽക്കുന്നത്. കരുനാഗപ്പള്ളി പിന്നിട്ട് വളരെ വേഗത്തിൽ ഓച്ചിറയിലേക്ക് എത്തുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരും മറ്റും പ്രകടിപ്പിക്കുന്നത്.